ഫസ്റ്റ് തന്നെ കിട്ടി. നമ്മള് സാധനം കൊണ്ട് വന്നു കേട്ടോ. അവിടെ ഒരു മണല്ലേ ഓല ഉണ്ട് കളയല്ലേ. ഞാൻ പൂക്കോട്ടുംപാടത്തിന് പറഞ്ഞാണ്. എടാ അത് വെട്ടല്ലേന്ന് പറഞ്ഞ് അമ്മ പൂക്കോട്ടും പാടത്തുനിന്ന് കൊണ്ടുവന്ന് മറ്റേ മണല്ലത് അത് വെട്ടി. മുരടൊക്കെ ഒഴിവാക്കി. ഇപ്പൊ എവിടെ മുരടില്ല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഗായ്സ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ കുറച്ച് നയിപ്പുള്ള പരിപാടിയാണ്. അപ്പം ഉമ്മ പേര് എവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു കോല് ഗൈസ് വയസ്സായതല്ലേ, കോലി നമുക്ക് കുത്തിപ്പിടിച്ച് കയറാനാണ് ഗൈസ്. കോലൊക്കെ ഞാൻ മറക്കണോടൊക്കെ ഉണ്ടാകും ഓരോ വഴി. ഗൈസ് ഈ കാണുന്നതൊക്കെ നമ്മളെ ഡബർ മണ്ണ് ഷീറ്റ് അടിച്ച് കിട്ടിയ ഷീറ്റല്ല. ഇതൊക്കെ എന്താണ് ഉമ്മ? ഒട്ടുപാല് സീറ്റ് ആക്കാനൊന്നുമില്ല. അപ്പൊ ഇത് ഒട്ടുപാല് ഓരോന്നത് ഇപ്പൊ ഉണ്ടോ 10 മരത്തിന്റെ ഇന്നലത്തെ 10 മരത്തിന്റെ ഇത് 10 മരത്തിന്റെ. ഇപ്പൊ പാലൊന്ന് തെളിഞ്ഞാ വരണ്ടേ. അപ്പൊ ഞാനല്ലേ വെട്ടു തുടങ്ങിയത്. അതായത് ഗൈസ് ഞങ്ങൾ ഷീറ്റ് ആക്കലില്ല. നമുക്ക് ആകെ 10 ഡബറുള്ളൂ. ഷീറ്റ് ആക്കാൻ നമുക്ക് പറ്റൂല, കാരണം ഷീറ്റ് ആക്കണ അത്രക്കില്ല. അതുകൊണ്ട് ഉമ്മ ഇങ്ങനെ ഓരോ ഉരുളാക്കിയിട്ടാണ് ഞങ്ങൾ ചട്ടിയിട്ട പാല് തന്നെ 2 ചട്ടിയിട്ട് ഒന്നിലാക്കും, ചിലപ്പോ 4 ചട്ടിയിട്ട് ഒന്നാക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെയാണ് ഗൈസ് സംഭവം. പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കാട് ഉണ്ടെങ്കിൽ ഇത് ഇത്രക്ക് വലിപ്പമൊന്നും ഇല്ലാന്നില്ലേ മമ്മ? ഇതിപ്പോ ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മള് മമ്മ വല്ലാതെ അന്ന് എന്താ പറയുക മഴക്കാലത്തിന് ശേഷം ഡബർ വെട്ടിയിട്ടില്ലല്ലോ. മഴക്കാലമായപ്പോ ഒന്ന് തെളിയിച്ചായി, പിന്നെ മഴ അടച്ചില്ല. പിന്നെ ഇപ്പൊ ഒരു വട്ടം വെട്ടിയതാ ഞാനിത് ഇതിൽ നടക്കാൻ വെച്ചായിട്ട്. ഇപ്പൊ ആകെ കാട് അയച്ചാണെങ്കിൽ വെച്ചാനും വെട്ടാൻ. അപ്പൊ ഗൈസ് ഈ ഡബർ നമ്മുടെ പാലെടുക്കുമ്പോ തന്നെ ഈ കാലിന്റെ തൊട്ടുകൂടെ ഒക്കെ വല്ല ഏജന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇന്നലെ ഞാനിട്ട് ഇവിടെ ഇന്നലെ തന്നെ തോന്നുന്നു കീരി എന്തിനെ കടിച്ചുകാരനെ കുറിച്ച് പേടിച്ചിട്ട് നിങ്ങൾ ആരും അവിടെ ഇല്ലേനു. ഞാൻ കല്ല് കെടുത്തുകാരൻ എറിഞ്ഞു കീരിനെ കണ്ടുകൂടാ. അപ്പൊ പാമ്പിനെ കണ്ടോ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതിലൊക്കെ എപ്പോഴും കാണലുണ്ട് ചെറിയ പാമ്പും കുട്ടികൾ. ആകെ കാടല്ലേ. അതേ മൈക്കന്നെ കഴിച്ച് നമ്മള് ബാത്റൂം അറിയണത് അതാണ്. ആ റൂമിക്ക് ഞാൻ ഇന്നലെ പോയപ്പോണ്ട് അവിടെ ഞാൻ ഇന്നലെ ചോദിപ്പാമ്പിന് കാലിലുണ്ട്, ഇടക്കിടക്ക് കിട്ടലുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാം, കാട്ടുന്നു പോ. വലിയ വലിയ പാമ്പല്ല ഗൈസ്, ചെറിയ ചെറിയ പാമ്പുകളാണ്. അതായത് ഈ ചോരിപ്പാമ്പിന്റെ കുട്ടികളില്ലേ, അത് നമ്മളെ പെരിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. കാരണം ചോരിപ്പാമ്പിനെ കയറാൻ പറ്റിയ ചുമരാണ് നമ്മളെ ബാത്റൂമിന്റെയും റൂമിന്റെയും എല്ലാത്തിൻ്റെതും. പിന്നെ ഒന്നാമത് നമ്മളെ ജനലിന് ഇതില്ല, എന്ത് ജനലില്ല നമ്മളെ പെരക്ക്, വെറുതെ കർട്ടൻ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് വെട്ടാനുള്ളത്. ഇത് കഴിച്ച് അത്യാവശ്യം കുറച്ച് നയിപ്പുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ച് എങ്ങനെ വെട്ടാനാണെന്ന് അറിയോ? അതായത് മരുന്ന് അടിക്കാൻ വിചാരിച്ച്. പക്ഷെ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം ആകുമ്പോൾ ഉണങ്ങാൻ? വെയിലൊക്കെ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ടൊക്കെ വാട്ടുണ്ടാവും. 2-3 ദിവസം കൊണ്ടൊക്കെ ആകും. അത് നമ്മൾ വിചാരിക്കണേ നമ്മൾ പുതിയ പെണ്ണങ്ങോട്ട് നമ്മൾ അങ്ങനെ വല്ലാതെ പോക്കില്ല. അതായത് എപ്പോഴും അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലമല്ലല്ലോ. അവിടെ മരുന്നടിച്ചാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ചത് കൈകൊണ്ട് ഇങ്ങനെ വെട്ടാനാണ്. പക്ഷെ ഭയങ്കര നയിപ്പാണ്. അതുകൊണ്ട് ഞാനും അനിയനും കമ്പനിക്കാരെ വിളിച്ചിട്ട് മറ്റേ ഇതില്ലേ കാർഡ് ഇട്ട് മെഷീന് ഒപ്പിച്ചാൽ നോക്കിക്കണു. അത് പറഞ്ഞു അവിടെ ചെന്ന് നോക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ റെൻറ്റിൻ്റെ പൈസ ഒന്നും നമുക്ക് എത്രയെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് ആ കാർഡ് ഇട്ടുന്ന മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ച് തളിച്ചാനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഗൈസ്, ഇമ്മ അവിടെ ഇല്ല, ഇമ്മ കുടുംബശ്രീക്ക് വേണ്ടി പോയിക്കാണ്. അപ്പോൾ അവിടെ എന്തോ ലാസ്റ്റത്തെ എന്തോ പരിപാടിയായിട്ടാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ ടൈം ആവുന്ന പറഞ്ഞത് ഒരു 5 മണിക്ക് ആവുന്ന പറഞ്ഞിരിക്കണേ അല്ലേ? എന്നാ അമ്മ നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങിയാലോ? അപ്പോൾ ഞങ്ങൾ പോയിട്ട് മമ്മോടെ ഒറ്റയ്ക്ക് വെക്കൂല, അതോ താഴത്തേക്ക് ഇറങ്ങണോ? അല്ലേ നിങ്ങൾ പോയിക്കോളി. ഈ ഒരു സ്ഥലമാക്കാനുണ്ട്. പിന്നെ കാഴ്ച നമ്മളെ പെര ആകെ കാട് പിടിച്ചെടുക്കാണ്. മെഷീൻ കിട്ടുകയാണെങ്കിൽ കാഴ്ച നമുക്ക് ഏറ്റവും നല്ലത് ആ എല്ലാം പാടെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിനി അല്ലേ? ഒറ്റയടിക്ക് നമുക്ക് ആ മെഷീൻ ആക്കിയിട്ട് എന്നിട്ട് മരുന്ന് കളിച്ചാ അപ്പോൾ വരൂലല്ലോ, വരാക്കാനും പറ്റൂല. അത് അല്ലേ? കാഴ്ച നമുക്ക് എന്തായാലും സാധനം കിട്ടുമെന്ന് പോയി നോക്കട്ടെ. കുറച്ച് പോകാണ്ട് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ കുറെ അന്വേഷിച്ചു, അവസാനം കിട്ടിട്ടോ. നമ്മളുടെ ഇടയ്ക്കൊരു ഒരു കടയിൽ നിന്നാണ് കിട്ടിയത്. പാക്കണ് ഓനവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാന്നൊക്കെ മൂപ്പര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ നേരെ പെരി കൊണ്ടുപോയി നോക്കണം. അവിടെ എത്തിയിട്ട് കാടോട്ടം തരും. ഞങ്ങൾ കുറേ തപ്പി സാധനം അവസാനം കിട്ടി. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ABCD അറിയാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റ് കാര്യങ്ങൾ. സെറ്റല്ലേ? പോവാത്തില്ല. 2-3 കടയിൽ നമ്മളവിടെ ചോദിച്ചു, കിട്ടിയിട്ടില്ല. അവസാനം നമ്മുടെ ഇടയ്ക്കര കടയിൽ നിന്ന് കിട്ടി. ഇനി ഗൈസ് സാധനം കാര്യത്തിലും ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കടൻ്റെ പേരൊന്നുകൂടിയും കാട്ടിത്തരാം. ഇതാണ് കട കേട്ടോ, നമ്മളെ മാട്ടായി. ഇവിടെ ചോദിച്ചാൽ മതി, സാധനങ്ങൾ റെന്റിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ രീതി വേണ്ട, നമ്മൾ കുറെ തപ്പിയിട്ട് അവസാനം കിട്ടിയതാണ് അല്ലേ? അതെ, ചെക്കൻ സാധനം എടുത്താണ്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലടാ? പിടിച്ചൂലേ? പിടിച്ചെന്നാ മതി.
പെട്രോൾ മാത്രം മതി, അത് വേറെ ഓയിൽ കൂട്ടണ്ട. ഇല്ല ഒന്നും ഉണ്ടാവില്ല. അതാണ് എല്ലാത്തിലും കൂട്ടും, ഇതിൽ കൂട്ടണ്ട. ഇല്ല ഓക്കെ ഇഞ്ചിൻ ഓയിൽ ഉണ്ട്. ഓക്കെ എന്നാ പറ കയറിക്കോ. പെരിക്ക് പോയോ കിടഞ്ഞു നമ്മള് സാധനം കൊണ്ട് വന്നു കേട്ടോ. ഓനോടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എടുത്താണ്ട് വന്ന് നോക്കുന്നുണ്ട്. അതൊക്കെ പോയി ഒരു കഥയാണ്. കൊറേ സ്ഥലത്ത് തപ്പി നോക്കി, അവസാനം കിട്ടി. അതെന്താ ഇന്നാളെ നമ്മള് പോയില്ലേ, നാളും പോയിട്ട് മൂഞ്ചി പോകുന്നു. അയിമ തട്ടിയോ കിട്ടൂലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം കിട്ടി. അല്ല ഇമ്മ ഇപ്പഴാ നിമ്മല്ലാണ് വൈകുന്നേരം വരുള്ളൂ. ശരി വെള്ളം കുടിച്ചിട്ട് മതിയോ? ഞങ്ങളിപ്പോ പങ്ങി വന്നിട്ടുള്ളൂ. സത്യം രാവിലെ അമ്മ അങ്ങനെ പോയിക്കല്ലേ. ഏടാ ഏതൊക്കെ വെട്ടാലാണ് അതും പിന്നെ ആദ്യം ഇവിടെയാണ് തീർത്തിട്ട് വൈകുന്നേരം വരെ ടൈം ഉണ്ട്. നമുക്ക് വെട്ടാനുള്ള കാട് ഫുള്ളാണ് വെട്ടാ. അതെ ഇതുമാണ് തീർക്കാൻ നോക്കല്ലേ. എന്തായാലും കാശ് ഇത് നമുക്ക് കിട്ടിയതല്ലേ അല്ലേ, ഇതുകൊണ്ട് നമുക്ക് നല്ലോണം മുതലാക്കണം. പക്ഷെ ഓല് പറഞ്ഞ എന്താ അറിയോ, എന്നാ നിങ്ങൾക്ക് കാട് വെട്ടണ ആളെ വിളിച്ച് ഇങ്ങനെ ആക്കിക്കൂടെയാണ്. പക്ഷെ എന്താ പറയാ, നമ്മൾ തന്നെ ഈ ചെറിയ തോട്ടാണ്, പിന്നെ നമ്മളെ പേരന്റെ ഉൾഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഓല് വന്ന് എടുക്കുമെന്ന് നമുക്കറിയില്ല. റെന്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാലോ, നമുക്കെന്നെ പരിപാടി ചെയ്യാം. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി എങ്ങനെ പോലും അറിയില്ല. പക്ഷെ ആ കാക്ക പറഞ്ഞു കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഹെൽമെറ്റ് വെക്കേണ്ടി വരും അല്ലേ? ഹെൽമെറ്റ് വേണ്ടി നമ്മളവിടെ ഹെൽമെറ്റ് വെച്ചാ പോരെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ചോറ് എടുത്താട്ടോ, ചോറൊന്നും വേണ്ട, വെള്ളം എന്തെങ്കിലും കുടിച്ചാൽ എന്തെങ്കിലും തന്നല്ലേ. കഴിഞ്ഞിട്ട് ചോറിനിട്ട് അങ്ങനെ ആദ്യം നമുക്ക് എടുത്തോട്ടെ, അതുവരെ വെള്ളം എടുത്തളിന്നാ. വെള്ളം എടുത്തോളി. എണ്ണ വാങ്ങിക്കണേ, എണ്ണ പെട്രോൾ ആണ് കേട്ടോ ഇതിന്. നമുക്ക് ഇത് ഒഴിച്ച് സെറ്റാക്കി വെക്കാം. കഞ്ഞിന്റെ വെള്ളം എന്തേലും എടുത്തളി. ഇതിന് ഇത്രയാണോ വാങ്ങിയേക്കാനല്ലേ? നല്ല റേറ്റ് ഉണ്ടാവും. നമുക്ക് ഏകദേശം എത്ര രൂപ പോകുന്നുണ്ടാവും? 10,000 പറച്ചാനറിയാം. ഇതിന്റെ റേറ്റ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. 10,000 ആണോ? അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുണ്ടാ ഉണ്ടോ? അറിഞ്ഞോ? ഓവറായിട്ട് ഇതാക്കണ്ട. നമ്മളെ ഫുള്ള് യൂസിന് അറിയില്ലല്ലോ. അതെ മമ്മ കഞ്ഞിന്റെ വെള്ളം കൊണ്ടുവന്നാണ്. കഞ്ഞിന്റെ വെള്ളം തന്നെ എന്തിനാ അമ്മ? ആരോഗ്യം കിട്ടാനോ? ആരോഗ്യമല്ല, ദാഹിച്ചല്ല പൈസക്ക്. കഞ്ഞിന്റെ വെള്ളം ക്ഷീണം ഉണ്ടെന്നുണ്ട്. കഞ്ഞിന്റെ വെള്ളം നല്ലതാണേ. കഞ്ഞിന്റെ വെള്ളം നല്ലതാണ്, ക്ഷീണത്തിനൊക്കെ കഞ്ഞിന്റെ വെള്ളം നല്ലതാണ്. ഇപ്പൊ നമ്മളെ ഇത് കുറഞ്ഞു കഴിഞ്ഞാല് സോഡിയല്ല തലയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കഞ്ഞിന്റെ വെള്ളം കുടിച്ചാൻ വേണ്ടി പറയലുണ്ടല്ലേ കഞ്ഞിന്റെ വെള്ളം. വള്ളി കൊണ്ടാണ്, വള്ളി അടിച്ചുമ്പോഴാണ്. ഒരു വാട്ട ഇട്ടിട്ടു. നമുക്ക് നേരെ വേവിച്ചാൽ നിൽക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ. കാശ് ഇത് 6 മണിക്ക് കൊണ്ടുപോയി കൊടുക്കാനാ പറഞ്ഞത് അല്ലേ? അതിന് മുമ്പ് നമുക്ക് പരിപാടി ഫുള്ള് കഴിച്ചണം. 2 മണിയാവാനായി. എന്തായാലും ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പരിപാടി തുടങ്ങട്ടെ. നമ്മള് പരിപാടി തുടങ്ങാണ്. ഞാൻ ചാട്ടാക്കി നോക്കട്ടെ. ചാട്ടായിക്കാം. ഫസ്റ്റ് തന്നെ കിട്ടി. സേഫ്റ്റി ഫസ്റ്റ് ഗൈസ്. ഹെൽമെറ്റ് ആയാ പോരെ അല്ലേ? തല മറിഞ്ഞാ മതി. സേഫ്റ്റി ഇല്ല, അയിമ നെക്കിയാലേ ഇതാവുള്ളൂ, തിരിയുള്ളൂ. മാറുന്നില്ലേ? വിട്ടുന്നുണ്ടാ മതി. അതിന് തെറിച്ചുള്ളൂ, അങ്ങോട്ട് വരാൻ പറ്റൂല. അല്ല നമ്മള് കുറച്ച് വിട്ടുന്നത് ഉണ്ടാവുള്ളൂ ഗൈസ്. ചിലപ്പോ ഒച്ചോണ്ട് നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയില്ല കേട്ടോ അല്ലേ? ഈ വെള്ളം കുടിച്ചാൽ വേണോ? വേണ്ട, ഇപ്പൊ അടച്ചളി. അടപ്പ കുടിച്ചില്ലേ? ആ ഗ്ലാസ് ഇട്ടടാ. ഗ്ലാസ് താത്തണം, അത് കയറിയിട്ട് വേണ്ടി ഇനി. എന്നാ പേര് പുള്ളി കയറിക്കോളി. അവിടെ ഒരു മണല്ലേ, ഒരു ഓല ഉണ്ട് കളയല്ലേ. ഞാൻ പൂക്കോട്ടുംപാടത്ത് പറഞ്ഞാണ്. ഓലെ അവിടെ ഏതൊരു ഓല ഉണ്ടല്ലോ അമ്മ പൂക്കോട്ടുംപാടത്തുനിന്ന് ഇവിടുന്ന് പോകണമെന്നാണല്ലോ. അത് കളയരുത്. ഞാൻ കാണിച്ചു തരാം. അമ്മമ്മ കാട്ടി തരുന്നത്. പേര് എങ്ങനെ അവിടുന്ന് ഇങ്ങനെ മോളിന്ന് ഇങ്ങനെ വന്നാളാ. ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് വരും, ഒരു മുക്കുന്ന് പോര്. അമ്മമ്മ എന്താടാ പുറക്കണേ? ഞാനേ ഇത് കളയരുതാന്ന് പറഞ്ഞു. ഏത് അതോ? ആ അതല്ലേ. അവിടുന്ന് തുടങ്ങിക്കോ. ഉമ്മമാരെ പുല്ല് കിട്ടുക. അതെന്തറിയോ? അതെന്തറിയോ? അവിടെ ആ മണല്ലാ സാധനം ഉണ്ട്, അതിന്റെ ആ ഭാഗം ചെത്തി. ഉമ്മമ്മ അത് ഓന്തായിക്കോളൂ, ഇങ്ങോട്ട് പോര്. ഉമ്മമ്മ ആയിക്കോട്ടെ. അതാ അത് തുടങ്ങിക്കോ. ഗൈസ് നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. അതാ ഓഫായോ? ശരി ഗൈസ്. ഇമ്മടെ നല്ല മുക്കണേ. എന്താ ഒന്നുകൂടി വലിച്ചാൽ നോട്ടെ. ആ എന്നാ മാറ്, ഞാൻ കാട്ടിത്തരാം. മരുന്ന് ഞാൻ കാട്ടിത്തരാം. ഒന്ന് വിട്ടോ നോട്ടെ. എന്നിട്ടോ റെഡി 1 2 3. ഓക്കെ
എട്ട് അതല്ല കണ്ടോ അല്ല അല്ലമ്മ ഇതാണ് ചോക്ക്. ഓക്കെ നെയ്യോട് പോര്. ആ കയറ് ആ ഈ കയറുണ്ട് ഇവിടെ. ഇത് ഏതാണ്? ഇത് ലൂസായോ? അവിടുന്ന് കഴിഞ്ഞിക്കണേ. അതവിടുന്ന് കഴിഞ്ഞു പോന്നോ? ആ നമ്മ അവിടെ നിന്ന് പോരി. ഇപ്പൊ പോരി. ഇമ്മ അവിടെ നിന്ന് പോരി. കണ്ണുക്ക് തെറച്ചോ ഗായ്സ്. ആ കാണുന്നത് നമ്മളെ മരം വലിച്ചു കെട്ടിയാണ്. അത് പോന്നു കേട്ടോ. ആ കയറ് ഒരു കയറ് നല്ലോണം വെട്ടാൻ പോയിക്കുണ്ട്. കല്ല് തെറിച്ചു കേട്ടോ. എങ്ങനെ മമ്മ? കല്ല് കല്ലല്ലേ ഉമ്മ? അവിടെ നിന്ന് ഇങ്ങോട്ട് പോരി. ഇങ്ങോട്ട് പോരി. കണ്ണുക്ക് തെറച്ചണ്ട. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വല്ല ഹെൽമെറ്റ് ഇട്ടാണ് ചെന്ന് നോക്കിക്കോളി മമ്മ. അതിനുള്ളിൽ ഹെൽമെറ്റ് ഉണ്ടാവും. ഇട്ടാണ് ചെന്നോളി. വേണ്ട ഇങ്ങനെ അങ്ങനെ ഉണ്ടാ മതിയോ? അങ്ങനെ താറ്റിയൊന്നും പറ്റണ്ട. അറിയണ്ടോ അല്ല താത്തി വെട്ടണം. കാരണം വേറെവിടക്ക പോണത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടായി വരുവേ. എടാ അത് കൊടംപുളിയാണ്. മോൻ്റെ കൊടംപുളിയാണ്. ആ തജ്ജ് വെട്ടല്ലോ കേട്ടോ. ഓൻ കേക്കൂല. ഓനെ വെട്ടൂല. ഓനക്കറിയാം. ഓൻ വെട്ടലുണ്ടാവൂല. ആക്കിയാലോ അറിയോ? കുഴപ്പമില്ല. വെട്ടല്ലേ കൊടംപുളിയാണ്. അത് കൊടംപുളിയാണ്. അത് വെട്ടണ്ടാന്ന്. ആ അതൊക്കെ എന്താ? കൊടംപുളിയാ ഗൈസ്. ചെക്കനവിടെ വെട്ടുന്നുണ്ട്. നോക്കി എന്തായാലും ബെറ്ററാ. ഇന്ന് പാലെടുത്തീനമ്മ ഉണ്ടായിനോ ഗൈസ്? നമ്മളെ റബ്ബർമെന്ന് കുഴപ്പമില്ലാത്ത പാല് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത് അല്ലേ? ഇന്നത്തെ എത്ര? ഇന്നത്തേതില്ലേ എത്ര ഉണ്ട്? ഒരു 5 എണ്ണല്ലേ ഗൈസ്? നമ്മളെ എത്ര മരം ഉണ്ട് ടോട്ടൽ മമ്മ? തെളിഞ്ഞു വരുന്നുള്ളൂ. അല്ല എത്ര ഉണ്ട്? എത്ര മരം ഉണ്ട്? 10 മരം. ഒരു 10 മരത്തുമെന്ന് നമുക്ക് 5 ഇതാണ് കിട്ടിക്കണേ. 5 ചേട്ട പാലാണ് കിട്ടിക്കണേ. എങ്ങനെ മമ്മ? ചേട്ട നടത്തൊന്നുമില്ല. കുറച്ചില്ല. എന്താ ആസിഡോ മേത്താവാ നോക്കിക്കൊന്നാ. ചെറിച്ചുണ്ട് ഗൈസ്. ചെറിച്ച് വരുന്നുണ്ട്. ഇങ്ങോട്ട് പോയിക്കോ. ഇവിടെ പല്ലും കാടി കുത്തിരിക്കണ്ട മമ്മ. അങ്ങോട്ട് പോയിക്കോളി. ആ ഓക്കെ എന്നാണ് പോരും മമ്മ. നടന്നോളി. നടക്കി ഗൈസ്. ഡേഞ്ചർ സാധനമാണ്. അതിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കൽ നടക്കൂല. നമുക്ക് ലോങ്ങിന്ന് വീട് എടുക്കലേ നടക്കുള്ളൂ. സീനാണ് ഗൈസ്. നല്ല ദൂരത്തേക്ക്. ഇപ്പൊ അതിൻ്റെ നേരത്തെ ഇങ്ങോട്ടൊരു അടിയിട്ടി. ഇവിടുന്ന് ചെക്കനവിടെ വെട്ടി തെളിച്ചിട്ടുണ്ട്. മമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. ആയിക്കോട്ടെ നോക്കി ഇറങ്ങിട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം പെരിയിലുണ്ടെങ്കിൽ നല്ലതല്ലേ മമ്മ? നമ്മളെ സൗകര്യത്തിന് നമുക്ക് എപ്പോണെന്നുണ്ടെങ്കിൽ ആക്കാലല്ലേ. പിന്നെ ഈ അങ്ങോട്ട് ഏത് സൈഡല്ലേ? ഈ മതിലിന്റെ സൈഡ് മമ്മ വെട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ മതിലിന്റെ സൈഡ് ആയതുകൊണ്ടേ പാമ്പുകൾ ജന്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ചെത്തണം എന്ന് മമ്മ പറയണേ. ഇതേമേക്കാൻ ആ മെഷീൻ കൊണ്ട് തന്നെ ആക്കല്ലേ. നമ്മൾ ഈ മതിലിന്റെ ഈ സൈഡ് ഇങ്ങനെ ചെത്തിയാണ് ഇതാക്കാം. അതെ കജ്ജോണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കൊമ്പൊക്കെ ഞാൻ ആ കജ്ജോണ്ട് പണ്ട് വെട്ടിച്ചാണ് ചെല്ല വല്ല ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാവും. അത് വലിയ പണിയൊന്നുമില്ല മമ്മ. കനുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവനക്ക് ശീലമുണ്ട് തോന്നുന്നു കേട്ടോ. ഇവന് ബാംഗ്ലൂർ ഇതാണ് നമ്മളെ പണി. ചോദിച്ചു നോക്കി മമ്മ ഇല്ലേ? അല്ല എനിക്ക് തോന്നുന്നു നമുക്ക് ബാംഗ്ലൂർ ഇതാണ് ഈ പണിന്ന്. അവിടെ പണിക്ക് പോയിട്ടില്ല ഇഞ്ഞോ? ചിലപ്പോ ഇതാക്കിയ പണി. ചോദിച്ചോക്കാം വന്നിട്ട് അവനോട് ചോദിച്ചോക്കാം. ഒരു വട്ടം പോന്നാ മതി എന്ന് പറയാ. അല്ല വേറെടുക്ക് എടുത്തോട്ടെ കേട്ടോ. അടിഭാഗം നല്ലോന്നായിക്കോട്ടെ. എന്തായാലും വെട്ടട്ടെ ഗൈസ്. ഇജ്ജ് വെട്ടിക്കടാ. ഗുഡ് ജോബ്. ചെക്കനാണ് ഷെയ്ക്കാനായിട്ടുണ്ട്. ഇതെന്താ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇനി കീരിയും ഞങ്ങൾ പോയപ്പോ കണ്ടില്ലേ? ഞങ്ങൾ താഴത്ത് കണ്ട് ഇറങ്ങിയപ്പോ ഞങ്ങളെ മുമ്പ് കൂടെ ഉണ്ടായി 2 കീരികള്. ഇഷ്ടം പോലെ പാമ്പുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ കീരികള് വരുന്നത്, പാമ്പുകളെ പിടിച്ചാൻ വേണ്ടിട്ട്. ഇനി പൊന്തക്കഴ കിടക്കല്ലേ നമ്മളെ ഈ അരുവ് ആസാകുന്നത്ത്. നമ്മളെ ഈ അരുവ് ഇവിടെ കുറച്ച് തരുള്ളൂ, മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് അരുവുള്ളൂ. ആ അല്ലേ ആ അപ്പുറത്ത് പൊന്തല്ല, അവിടുന്നാണ് കീരികളും ജന്തുക്കളൊക്കെ ഉള്ളത്. എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ്? ഇതിന്റെ മസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്ക് ഓടിച്ചോ ഇത് പറഞ്ഞോ. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് സേഫ്റ്റിയാണ് കേട്ടോ. കൈയൊക്കെ ഗൈസ് കൈമൊക്കെ തെറിച്ചും, അതേപോലെ തന്നെ ഹെൽമെറ്റുമൊക്കെ നോക്ക് ഇതൊക്കെ നമ്മള് കണ്ണുക്ക് തെറിച്ചതാണ്. ഞാനേ വെള്ളപ്പാട്ടം എടുത്തോട്ടെ കേട്ടോ. വെള്ളപ്പാട്ടം വേണ്ടിയുള്ളത് വള്ളി കയ്യാനേക്കണേ വള്ളി തേഞ്ഞു പോകും. കൈമൊക്കെ നമ്മളെ കല്ലൊക്കെ വന്ന് അടിച്ചിട്ടുണ്ട്. കൈ മുറിയായിട്ടില്ല, കൈമൊക്കെ നമ്മള് ഇതൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. എടാ ഞാൻ ഒരു പ്രൊഫഷണൽ ആയില്ലേ? എനിക്ക് തോന്നണേ ഞാൻ അമ്മനോട് പറഞ്ഞത് എനിക്ക് ബാംഗ്ലൂരിൽ ഇതാണ് പരിപാടി. ഞാൻ പണിയെടുത്തിട്ടേ ഈ പണിക്ക് പോയാലോ? നല്ല പരിപാടിയാണ് അല്ലേ? പക്ഷേ ഒരു സ്വന്തമായിട്ടൊരു മെഷീൻ വേണം.
സംഭവം വല്ല കാണുന്ന മൈക്കൊന്നും അല്ല കേട്ടോടാ. ഇത് സംഭവം ഇങ്ങനെ വെട്ടി വെട്ടി പോകാൻ നല്ല രസമുണ്ട് സംഭവം. കാടിലോട്ടൊക്കെ നടക്കും. പിന്നെ ഇടക്കിടക്ക് പുളിയും പക്ഷേ എന്താ അറിയോ ഇതിന്റെ വെയിറ്റ് ആണ് മോനെ, നല്ല വെയിറ്റ് ഉണ്ട്. അതിന്റെ വള്ളി കഴിച്ച് ശരിയാക്കണം. ഇതിന്റെ വള്ളി ഒരു ഭാഗത്ത് തേഞ്ഞ് പൊയ്ക്കണേ. പുറത്തേക്ക് തയ്ക്കണം. ഉമ്മ വെക്കണ വെള്ളം ഏറ്റി തന്നെ ഉമ്മ. വെള്ളം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കൊയങ്ങിയില്ലേ കൊയങ്ങിയില്ലേ അങ്ങോട്ടോ കുടിച്ചിട്ട് കൊയങ്ങിയെന്നുള്ളൂ. അത് പറഞ്ഞിട്ടില്ല, വെയിലല്ലേ. കാനം കൊണ്ട് അത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കാനം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതുള്ളതാണ്. പിന്നെ മൂപ്പരാൻ പറഞ്ഞിക്കണേ എടാ, പിന്നെ അയാൾ പറഞ്ഞിക്കണേ കുറേ നേരം ഇങ്ങനെ ആക്കി വെക്കരുതില്ലേ, ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിക്കണേ. ഓർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തണുത്താലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മക്കൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ അല്ലേ. ഇതാണ് മോണ്ടൻ പണ്ട് യൂസ് ചെയ്തിരുന്ന റൈഡർ കണ്ണാപ്പിന്റെ ബൈക്കിന് ഗ്ലൗവാണ് കഴിച്ച്. ഇതുകൊണ്ട് ഇപ്പൊ ഉപകാരമുണ്ട്. എന്താ ഓറഞ്ചോ ഫ്രൂട്ട്സോ ക്ഷീണത്തിന് ഉമ്മ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹമെല്ലാം വേണല്ലോ. അയ്യോ കൊയക്കൊക്കെ മാറ്റിക്കോളി. പൈച്ചിക്കണ ഒന്നും രാവിലെ കുടിച്ചിട്ടില്ലല്ലോ, ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. കൊയക്ക് മാറ്റിക്കോളി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ട് പൈസ പൈസ എവിടെയെങ്കിലും ഇങ്ങനത്തെ പണി കാണുന്നുണ്ട് ഇന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും അല്ലേ. കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം. ആൾക്കാരില്ലേ ഓരോ വിളിച്ചോട്ടെ. തുച്ഛമായ കൂലി എന്നാ മോണ്ടിന്. തുച്ഛമായ കൂലി. ഇതിന് കൂലി എല്ലാത്തിനും കൂടുതൽ. കല്ലും കോരിയത്തിനേക്കായും കൂലിയാണ് അതിന്. കല്ലും കോരിത്തിന് കാട്ടില്ലോ കോറില്ലേ നമ്മളെ കല്ലൊക്കെ വെട്ടണ അതിനെക്കാട്ടിലും കൂലി വേണമെന്ന് അമ്മ പറയുന്നത്. ഇത് എന്തേലും ഒന്ന് മേത്തടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടി. എന്തേലും അതാണ് സേഫ്റ്റി നോക്കണമെന്ന്. കഴിഞ്ഞോ? അതാണ് സേഫ്റ്റി നോക്കണം. സേഫ്റ്റി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പണി നല്ലോണം കിട്ടും. അപ്പൊ തന്നെ എനിക്ക് തലക്കൊരടിയിട്ടേ ഞങ്ങളവിടുന്ന് വണ്ടി അവിടുന്ന് വണ്ടി ഈ കല്ലൊക്കെ കടന്ന് തീർച്ചയായും ഞാൻ വല്ലാതെ നിലത്ത് കൂടെ ആക്കണില്ല. എനിക്ക് തലമക്കടിയിട്ട് ഞാൻ നൈസിൽ പോകുന്ന അവിടുന്ന് ഒന്നിങ്ങോട്ട്. എന്ത് കാര്യം സംഭവം ഉള്ളത് നല്ല കാര്യം കേട്ടോ. കാരണം എന്താ എത്ര ഇപ്പൊ പരിപാടി ചെയ്യാം, നമ്മൾ കളക്കാണെങ്കിൽ എന്ത് കുഴപ്പമില്ല, ഒരാൾക്ക് പണി ഉണ്ടാവുള്ളൂ. ഈ അരികെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടൊന്നും വേണ്ട. നമ്മൾ ഈ അരികെ അവിടുത്തെ മറ്റേ ബാത്റൂമിന്റെ ഭാഗല്ലേ അവിടെ ഒന്ന് ഇതാക്കാം. അതെ ഇവിടെ കഴിഞ്ഞിട്ട് അവിടെ പോയി വന്നിട്ട് ചെയ്താൽ മതി. ആയിക്കോട്ടെ. അപ്പൊ ഇത് വിലക്ക് വാങ്ങുകയാണെങ്കിൽ എത്ര 1000 ഉറുപ്പ്യ കൊടുക്കണം? നല്ല പൈസ കൊടുക്കേണ്ടി വരും. വേണ്ടട്ടി ഞമ്മക്ക് വേണ്ട. നമുക്ക് ഈ 2 പവൻ തട്ടാന് തോട്ടൊക്കെ വാങ്ങുക. അപ്പൊ വാങ്ങുക. മമ്മ 2 ഏക്കറൊക്കെ വാങ്ങുന്നത് നമുക്ക് കുഴപ്പമില്ലല്ലോ. മമ്മ കിട്ടിയില്ലേ പൊളിച്ചൊന്നോളൂ. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പത്തിന് കുറച്ച് ഓറഞ്ച് ഇതൊക്കെ തിന്നു. ഇനി ചെക്കൻ കളത്തേക്ക് ഇറങ്ങണം. ഇതാണ് ഗൈസ് ഗ്ലൗ ഗൈസ് സേഫ്റ്റിക്ക് വേണ്ടിട്ട്, കൈയിന്റെ സേഫ്റ്റി കണ്ടിട്ട്. എന്തൊക്കെ കളയേണ്ടി അമ്മ ഏതൊക്കെ കളയേണ്ടി ഗൈസ്? ഇവിടെ കുറ്റി കുറ്റി ചെറിയ ചെറിയ പ്ലാവിന്റെ തയ്യാളൊക്കെ ഉണ്ട്, അതൊന്നും കളയണ്ടെന്നാണ് പറയണത്. ആ അത് അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ കാട്ടി കൊടുത്തോണ്ടി, അല്ലെങ്കിൽ ഓൻ വെട്ടി അങ്ങനെ പോകും, ഒരു ഓളത്തിൽ അങ്ങനെ വെട്ടി പോകും. ആ ഹെൽമെറ്റ് എടുത്തു കൊടുത്താണിമ്മ. നമ്മളിപ്പോൾ ഇത്രയും നേരം വെട്ടിയ സ്ഥലം ഞാൻ കാട്ടിത്തരാം. അതായത് ഇവിടുന്ന് കേട്ടോ തുടങ്ങിയത്, ഇവിടുന്ന് ഇത്ര ഭാഗമായിട്ടാണ് തുടങ്ങിയത്, ഇവിടം വരെ തുടങ്ങി. അതായത് ഏകദേശം കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇതാക്കി. പിന്നെ പറ്റടിയൊക്കെ ആക്കിയിട്ടില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും കുറ്റികളൊക്കെ ഉണ്ടല്ലേ അമ്മ. ഇങ്ങനെ തന്നെ ആയിക്കോളൂ ഈ കല്ല് കൂടെ. ആ അതിനെ പറഞ്ഞത് കല്ലും കുറ്റികളൊക്കെ ഉണ്ടായതുകൊണ്ട് പറ്റടിയൊക്കെ ആക്കി കഴിഞ്ഞാല് കല്ലൊക്കെ തീർച്ചയായും മേത്തൊക്കെ തലമുഖമൊക്കെ ഒന്ന് അടിച്ചു. അപ്പോൾ ഒരു മീഡിയത്തിൽ നമ്മൾ കുറ്റിയാക്കിയാണ്ട് പോകുകയാണ്. കത്തിയോണ്ട് വെട്ടാം. കത്തിയോണ്ടല്ലേ, അതുകൊണ്ട് തന്നെ വെട്ടി. അതൊക്കെ മഞ്ഞളാണ്. മഞ്ഞളല്ലേ ഗൈസ്? ഈ കാണുന്നൊക്കെ മഞ്ഞളാണ്. ഇത് ഏത് മഞ്ഞളാണ്? നമ്മള് അതായത് ഇപ്പൊ നമ്മളോട് ഉണ്ടാക്കിയ അമ്മ നാളെ കാട്ടി തന്നെ ആ മഞ്ഞള്. എന്തൊക്കെ സാധനം, എന്തായാലും മഞ്ഞളുടെ സാധനങ്ങളാട്ടോ അത്. ഇതൊക്കെ മഞ്ഞളാണ്. ഇതൊക്കെ മഞ്ഞളല്ലേ? നമ്മളോട് തന്നെ നട്ട് വളർത്തിയാണ് ഉണ്ടാക്കുന്ന മഞ്ഞൾ. ഇതന്നെയല്ലേ നമ്മൾ പൊടിച്ച് ചെയ്ത് മില്ല് കൊണ്ടുപോയി പൊടിച്ചിക്കേ? ഇതിഞ്ഞ് ഉണങ്ങും. ഇലയൊക്കെ ഉണങ്ങിയിട്ട് കളച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ടേ പൊടിക്കും. എവിടെ പൊടിപ്പിക്കും? കൊണ്ടുപോയി പൊടിപ്പിച്ചില്ലേ? അങ്ങനെയാണ് കഴിച്ച് ഞങ്ങൾ കാട്ടില്ല. മഞ്ഞൾ ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ല, കാരണം നമ്മളുടെ തോട്ടത്തന്നെ ഇവിടെ ഇതാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓനെയുമാണ് സമ്മതിച്ച ആ വെയിറ്റും പിടിച്ചാണ്ട് ഞാൻ വെട്ടാനോ? എനിക്ക് മേലണങ്ങിയ ഇതല്ലേ വേർപ്പ് വരൂലേ? മേലണങ്ങാൻ പാടില്ലല്ലോ ശരി. അതുകൊണ്ടല്ലേ പണിയെടുക്കുന്ന ആളവിടെ ഉണ്ടല്ലോ ഗൈസ്. ഇമ്മാക്കാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, തലൊക്കെ പൊത്തി വരുന്നുണ്ട്. ഇപ്പൊ ഏറിട്ടും വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. ഗൈസ് ചെക്കനോട് ഒരു കാര്യം ഏൽപ്പിച്ചിനി, പ്രത്യേകിച്ച് തയ്യാളൊന്നും കളയരുതെന്ന്. ഓൻ അതേ മൈക്കാണ് ചെയ്തിക്കണ്. ഒരൊറ്റ തയ്യുമില്ല. അപ്പൊ ഇവിടെ ഒരു തയ്യൊക്കെ ഉണ്ടായിന്, ഇവിടെ ഉണ്ടായിന്. ഇവിടെ മമ്മ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി വെച്ചാണ്. ആ തയ്യ് മാത്രമാക്കിട്ട് മാറ്റി വെച്ചാണ്ട് ഇജേതായാലും ചേക്കേ ആ തയ്യ് ഒക്കെ കളഞ്ഞില്ലേ? അടിയിൽ നിന്ന് തൗത്തോളും മമ്മ ഒലക്ക. ഇതൊന്നും അറിയണില്ല. ഞാൻ നല്ല വെട്ടല. ഞാൻ വിചാരിച്ച്
ഓൻ ഒഴിവാക്കുന്നു. കാരണം ഞങ്ങളവിടുന്ന് പറയുന്നുണ്ട് ഇപ്പം കേൾക്കില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഓളത്തിൽ അങ്ങനെ വെട്ടി പോവാണ്. ഇവിടെ ഇഷ്ടംപോലെ തയ്യാളൊക്കെ പോയി. അത് അവിടെ കല്യാണം തീർച്ച പറയുന്നുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് ആ പൊന്തടാ ഗൈസ്. പിന്നെ അതേ മൈക്ക് ഇപ്പൊ ഇവിടെ എന്താ മമ്മ നേരത്തെ എന്താ പറഞ്ഞത്? മഞ്ഞളല്ല, അതല്ലടാ മരത്തിന്റെ ഗൈസ്. മരത്തിനോട് ചാർന്ന് കെട്ടിട്ട് നോക്കിയാ ഇവിടെ പാലും മരത്തിന്റെ അവിടെ ഉണ്ടോ? എന്താ മമ്മ എന്താ മരത്തിനടിച്ചിട്ടേ അതന്നെ അവിടെ ഉമ്മ തേടി മണ്ണ് വഴി തേച്ചോ? വെള്ളിയും പണിയൊക്കെ ഉമ്മക്ക് അറിയാം. അല്ലാലും ഇത് പാലൊഴിച്ചുമ്പോ മണ്ണ് കേക്കല്ലേ തന്നെയാണ്. ആണോ? കത്തി ഞങ്ങൾ കാടിട്ടുമ്പോഴേ കത്തി കെട്ടുമ്പോ നൈസായിട്ട് മണ്ണെണ്ണ തേച്ച് വെക്കൂലേ? എന്നിട്ട് ആരും അറിയാത്ത ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഗൈസ്. ഇവിടെ പണ്ടൊരു മാങ്ങമരം ഉണ്ടായിനി. അവിടുന്ന് ഞങ്ങൾ ഇവിടുന്നാണ്ട് എറിയും മാങ്ങക്ക്. എന്നിട്ട് താഴെ ഏതെങ്കിലും മരത്തിൽ വന്ന് പാല് വരുന്നുണ്ടാവും. എന്നിട്ട് ഞങ്ങൾ എന്താണ്ട് മണ്ണ് വെച്ചിട്ടാണ് പോരും. അല്ല എന്താ കാട്ടായി അയൽക്കാരുണ്ടെങ്കിൽ ഒരു ചീത്തറിയില്ല, ഓല തോടല്ലേ. അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിക്കണേ ഗൈസ്. ഞാൻ പണി കഴിയുമ്പോ ഉണ്ടാകും. കേസും കൊണ്ട് ഓടമക്കാരുണ്ടാവും. കേസും കൊണ്ടാണ് കാട്ടിട്ടേ എറിഞ്ഞു പൊളിച്ചിട്ട് ഉമ്മാന്റെ ഏട്ടന്മാര് അമ്മമാര് കുറച്ചുണ്ട്. സാവധാനം ഓരോന്നും ഇങ്ങനെ ഇതാക്കട്ടെ. ഇനിയുള്ളത് ഇവിടെ കൊട്ടാണ്ട് അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കല്ലേ അമ്മ? വള്ളി വാങ്ങാൻ പോണ്ടേ? വള്ളി വാങ്ങാൻ പോവാ. വെട്ടിക്കോട്ടെ. ഞാനപ്പോ ഇതിന് പോയാണ്ട് വള്ളി വാങ്ങിട്ട് കൊണ്ടിട്ടെ. കാരണം വള്ളി വാങ്ങിയിട്ടില്ലേ അപ്പൊ അതിമത്തെ വള്ളി കഴിയാനായിക്കണേ വെട്ടണേ. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ വാങ്ങിട്ട് വരട്ടെ. ഞാൻ വള്ളി വാങ്ങിട്ട് കേട്ടോ. ഉപ്പടുണ്ടാവും. ഞാൻ പോയാണ് വാങ്ങി. ആ ഞാൻ ചെന്നിട്ട് വാങ്ങിക്കൊണ്ടിട്ട് എന്തായാലും സാധനം വാങ്ങിയാണ്ട് പെരിക്കൊന്നു. അത് മതി വെക്കടാ, ഡിക്കിയിലുണ്ട്. അതല്ല മെയിൻ കോമഡി. ആമസോണിൽ ഒരു സാധനം ഓർഡർ ആക്കി 2 ദിവസം മുമ്പ് ഓർഡർ ആക്കി. 2 ദിവസം മുമ്പല്ല, 10 ദിവസം മുമ്പ്. 10 ദിവസം മുമ്പ് ഒരു സാധനം ഓർഡർ ആക്കി കിട്ടിയപ്പോ വെക്കണേ കാലിക്കവറ്. അല്ലേ ചിലപ്പോ ബംഗാളിമാര് വരെ കേക്ക് തരാം. ഇവന്മാരൊക്കെയാണ് ഈ ആമസോണിന്റെ ഒക്കെ വില കളയാനായിട്ട് നിൽക്കണേ. അതല്ല കാശ്, എനിക്ക് ഇന്നലെയും മിഞ്ഞാന്ന് ഓർഡർ ആക്കിക്കണ കുഴപ്പമില്ല. 10 ദിവസം മുമ്പ് ഓർഡർ ആക്കിയ സാധനമാണ്. ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ട് വെറും ഈ കാലിക്കവറിലാണെങ്കിൽ എനിക്ക് തൊടു പോയിട്ടൂടെ പറഞ്ഞിട്ട് എന്തായാലും ഓരോരോ ബംഗാളിമാര് അങ്ങനത്തെ ഓരോരോ ഇവരൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പണിയായി. എന്നാ പരിപാടി തുടങ്ങല്ലേ? എന്താ ഈ പിന്നെ എന്ത് അയലോ അപ്പത്തിന് അയല് എന്ന് പറഞ്ഞു ഇത് കൊണ്ടുവന്നപ്പത്തിന്. അല്ല എവിടെ വരെ ബാക്കി അതിനാണല്ലോ നേരത്തെ നിർത്തിയത് തന്നെ അല്ലേ? ചെക്കൻ എന്നോട് വെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല പൊന്തണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാട് ഇവിടെയാണ് കിടക്കണേ. പിന്നെ ആ ബാത്തും, അതായത് നമ്മളെ ബാത്റൂമിൻ്റെ ആ ബാത്തും ഇവിടെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവിടെ ഇപ്പോൾ വെട്ടി കളിച്ചുകൊണ്ട് നിൽക്കണ്ടോ ഉമ്മ അങ്ങോട്ട് പോയി ചെയ്തിരിക്കണേ. ഉമ്മ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിരിക്കണുണ്ട്. അവിടെ നോക്കിയിരുന്നോളി. അവനവിടെ വെട്ടണ എന്തായാലും ഇവിടെ ഓവറായിട്ട് പുല്ലില്ല. നോക്കിയാ നല്ല പുല്ലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തേലും ഒരു ഏജന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയാനാണ്? അതാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ പോയാണ്ട് ഇത് കൊണ്ടുവന്നത്. ഇന്നാൾ തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ ചെന്നാണ്ട് തപ്പി പിടിച്ച് വന്നിക്കുക. ഇതിവിടെ എന്തായാലും മസ്റ്റാണേ. എടാ അത് വെട്ടല്ലേ എന്ന് പറഞ്ഞ് അമ്മ പൂക്കോട്ടും പാടത്തുനിന്ന് കൊണ്ടുവന്ന് മറ്റേ മണല്ലത് അത് വെട്ടി. സമാധാനമില്ലേ അപ്പൊ? ഉമ്മ പ്രത്യേകം പറഞ്ഞാണേ വെട്ടരുത് എന്ന് ഉമ്മ പ്രത്യേകം പറഞ്ഞാണേ. അതും വെട്ടി. എന്താ ഓൻ്റെ ഒരു ശുഷ്കാന്തി. എടാ വായ വെട്ടല്ലേ എന്നോട്. ഓൻ വെട്ടി വായാണ് ഇപ്പൊ അവിടെ ഉള്ളത്. എന്താ വള്ളി കുടുങ്ങിയോ? അയൽ കുടുങ്ങിയോ? എടാ ഉമ്മ പൂക്കോട്ടും പാടത്തുനിന്ന് മണല്ല ഒരു സാധനം കൊണ്ടുവന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അതൊക്കെ അവിടെ വെട്ടിയിട്ടിക്കണ്. അത് പോയി. അത് വെട്ടിക്കളഞ്ഞു. ചോടൊക്കെ പറിച്ചു ഒഴിവാക്കി. അവിടെ വന്നപ്പോ തന്നെ ഉമ്മ അവിടെ ഒക്കെ ഒഴിവാക്കിയാണ്. മരുതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ എവിടെ മരുടില്ല. എന്ത് മമ്മ മമ്മ സാറിന് മരുണ്ട്. അത് ഇവിടുന്ന് മമ്മ എന്താ കാര്യം ഉണ്ടായിക്കോളൂ. ഉണ്ടാവോ? വേറെ കറ്റും. പിന്നെ വേറെ കറ്റ പിന്നെ എങ്ങനെ ഉണ്ടാവുക? അതെന്തായാലും കളഞ്ഞു. ഈ ലേശം മണ്ണിട്ട് കൊടുക്കണം. വായും കൂടി വെട്ടാനുള്ളൂ. ഇനി ബാക്കിയൊക്കെ വെട്ടില്ല മാമ. തുടങ്ങിക്കോ. അതിന്റെ വള്ളിക്ക് നല്ല ചെറിയ വള്ളി ആയതുകൊണ്ടേ ചെക്കന് ഇട്ടിട്ട് നല്ല വേനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വള്ളി മാറ്റിണ്ടല്ലോ. ഇതെത്തോ? ഇത് നമ്മളെ വള്ളിയാണ്. അത് ഒറ്റക്കല്ല കെട്ടിയാണ്ട് നോക്കട്ടെ. ബാഗിന്റെ വള്ളിയാണ്. ഉപയോഗിച്ചിട്ടില്ല. അയ്മണ്ണേ
അതിന് ഏച്ചി കെട്ടിയാണ്ട് എങ്ങനെ ഇടി അല്ല എത്തൂല. നോക്കട്ടെ. അല്പം കുറവാണ്. ഇജ്ജ് നോക്കി നോക്ക്, കൊളത്തിട്ട് നോക്ക്. ചെറിയ വള്ളി ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കറക്റ്റാ. അപ്പോൾ കഴിച്ച് നമ്മൾ പുതിയ വള്ളി ഇതാക്കി. അതുപോലെ ആദ്യം ഓരോ വള്ളി അവർക്ക് കൊടുക്കാം. നമ്മൾ എത്രക്കും ഭാഗം ക്ലിയർ ആയിട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഏരിയ മൊത്തം ക്ലിയർ ആയി. ആ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളുടെ തയ്യായതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഉമ്മ ആക്കണം അതിൻ്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ തയ്യാളൊക്കെ വെട്ടി പൊളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാക്കണം. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല പൊന്തക്കാടുണ്ടായില്ല അമ്മ. അവിടെ ആകെ കളഞ്ഞാണോ? തജ്ജൊക്കെ ഉണ്ടോ അതോ കളഞ്ഞിരിക്കും. മൂച്ചിമരോ മാങ്ങമരം ഉണ്ടായി വന്നോണ്ടില്ലേ, അതോ വെട്ടി കളഞ്ഞില്ലേ? ഓ ഓനല്ല അതാവണോ. ഞാൻ പൊട്ടീന്ന് കൊണ്ട് കുഴിച്ചിട്ടാ. എങ്ങനെ മാമ? ആ പൊട്ടീന്ന് കൊണ്ട് കുഴിച്ചിട്ടാണ്. പൊട്ടീന്ന് കൊണ്ടുവന്ന് പോയൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് മമ്മ കുഴിച്ചിട്ടാണ്. അത് മോണ്ട വെട്ടി കളഞ്ഞു എന്ന് പറഞ്ഞത്. ഇവിടുത്തെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടല്ലേ ബാക്കി പരിപാടി? മേത്തൊന്നും ആയിട്ടില്ലല്ലോ പറയും പോലെ. പുല്ലിലാണ് കുളിച്ചിക്കണ് ഗൈസ്റ്റൊക്കെ. ആ സാധനത്തിന്റെ കനം കൊണ്ടൊന്നും നമുക്ക് അറിയില്ല എവിടേക്കാ വെട്ടേണ്ടത്. ഞാൻ കണ്ണൊക്കെ എടുത്ത് വെട്ടി വിടുകയാണ്. നമ്മ വരി പൈച്ചിട്ടുണ്ട്, ചോർന്നിട്ട് ഗൈസ്. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ഇവിടെ എവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി? ഇല്ല ഇത് പേരാലും ഇത് പണി അയച്ചല്ലേ ചെയ്തല്ലോ അല്ലേ? അത് ആകെ ചെറുതെത്ര പോകുന്ന ഒരു സാധനം. അത്ര പോന്നൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ പൊയിന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയ മാങ്ങമരം ഉണ്ടായില്ല, അതാരും വെട്ടി വിൽക്കാൻ പറഞ്ഞപ്പോ അത് വെട്ടി വിറ്റോന്നല്ല, അത് മുറിച്ചിട്ട് പോയിപ്പില്ല. തിരക്ക് എനിക്കൊക്കെ അന്തണ്ട്. അനക്ക് അന്തണ്ട്, അനക്ക് അന്തല്ല നടക്കൂലല്ലോ. ഇത് മുളച്ചിട്ട് കൂടി ഇല്ല അന്ന്. ഇനി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരന്റെ അവിടെയാണ്. പെരന്റെ അവിടെ 1.5 പണിയുണ്ട് കഴിച്ചു. ചോറ് വിളമ്പി. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഈ ചോറ് കഴിച്ചുകൊണ്ട് ബാക്കി പരിപാടിയൊക്കെ അല്ലേ വീണ്ടും ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, നമ്മളെ ഫുഡ് കഴിച്ചാലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പത്തിന് ഗൈസ് ഇവിടെ ആക്കണ മുന്നേ വന്നിക്കണ് ചെറിയ റീൽ. അതെ, ചെറിയ റീൽ എടുക്കാനുണ്ട്. അപ്പോൾ ചോറിന് ക്ഷീണൊക്കെ മാറി നമ്മൾ നേരെ എടുക്ക പോണേ. നമ്മളെ പുതിയ പേരനുണ്ട്, അതായത് പേരന്റെ ഉള്ളില് എന്തായിക്കണെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. പേരന്റെ ഉൾഭാഗം ആകെ ഫോറസ്റ്റ് ആയിക്കണം. അപ്പൊ നമ്മൾ അതും കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പൊ നമ്മള് മെഷീനൊക്കെ എടുത്താണ് നേരെ പോവാണ്. പുറം പിന്നെ പറയണ്ടല്ലോ, പുറം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എങ്ങനെ ഊഹിച്ചാൽ മതി. അപ്പൊ ഈ നേരം വൈകിക്കണാകെ വേഗം പോയി നോക്കല്ലേ. ഓക്കെ, സാധനം വൈകുന്നേരം കൊണ്ടേ കൊടുക്കും വേണം. 5 മണിയായില്ലേ? 5 മണിയായി. അതിനെ പറഞ്ഞേ നമ്മളെ പുതിയ പേരന്റെ അവിടെ എത്തിട്ടോ. പക്ഷെ ഇവിടെ ഡൗട്ട് എന്താറിയോ, എവിടെ തുടങ്ങും? ഞാൻ കാട്ടി തരാം ഗൈസ്. നോക്കി, ഇത് കാട്, അത് കാട്, പേരന്റെ ചുറ്റിനും കാട്. അത് പിന്നെ വെട്ടിക്കൊള്ളണമെന്നില്ല, അത് അവിടെ കറങ്ങി ചെയ്യുള്ളൂ. അതൊക്കെ ചവിട്ടുമ്പോ പോന്തൂലേ നോക്കാം. ചേറാണല്ലോ അവിടെയൊക്കെ ഗൈസ്. അതേപോലെ ഇപ്പുറത്തൊക്കെ കണ്ടോ റൂമിന്റെ ഉള്ളിൽ. എന്തായാലും മൊത്തം നമുക്ക് വെട്ടാം. ഇത് തുടങ്ങിക്കൊന്ന മൊത്തം കാടാണ്. വാവ്, അതന്നെ. നമുക്ക് എന്തായാലും വെട്ടൽ തുടങ്ങല്ലേ? ആ അരിയൊക്കെ വെട്ടുമ്പോഴേക്കും കല്ലും പഴകണ്ണ കണ്ണിക്കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും തുടങ്ങാൻ പോവാണെങ്കിൽ ഇനി നോക്കിയിട്ട് കാര്യമില്ല, കാരണം വൈകുന്നേരം ആവാനായി. നമ്മളതാക്കണം. ഇപ്പൊ ബാക്ക് ഭാഗം ഇപ്പൊ മോണ്ടം കുറച്ച് വെട്ടിയാണ് തുടങ്ങിയിട്ടുണ്ടോ. അതാക്കണം ഇവിടെ കുറച്ച് വെട്ടി. പിന്നെ അതേപോലെ തന്നെ ഈ ലൈനും ഇതാക്കണം. ഞാൻ കാട്ടിത്തരാം. ഈ ലൈനും ഇവിടെയൊക്കെ മോണ്ടിപ്പോ വെട്ടി കുറച്ച് വെട്ടിയിട്ടുള്ളൂ, ബാക്കി ഇനി വെട്ടാണ്ട്. ഇതെന്തമ്മ? ആ വായല്ലേ ഗൈസ്, നമ്മളെ വായ ഇങ്ങോട്ട് നല്ലോണം ചെയ്തു. അപ്പൊ ഉമ്മ കുത്തു കൊടുക്കുകയാണ് ഇവിടെ. വായ കൊയിഞ്ഞാടാക്കാൻ വേണ്ടിയിട്ട് കുത്തു കൊടുത്ത് നിർത്തുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോ വെട്ടിക്കൊണ്ടിരിക്കണത് മുമ്പ് ഭാഗമാണ്. റൂമത്തൊന്നും കാട്ടിയിട്ടില്ല, റൂമത്തെ തുടങ്ങണം. ആദ്യം പുറത്തങ്ങനെ തീർത്തിട്ട് വരാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇവിടെ ഇങ്ങനെ തീർത്തിട്ട് മൊത്തം ഇങ്ങനെ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും പരിപാടി തുടങ്ങുന്നുണ്ട്. വെട്ടട്ടെ ഇനി. അമ്മ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പൊന്തല്ലേ, ഇത് നോക്കിയാ. കാരണം എന്താ അറിയോ, അപ്പുറത്തെ ഭാഗത്തൊക്കെ ഉണ്ടോ, അവിടെ ഇഷ്ടം പോലെ പൊന്തിയാണ്. അതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ടും ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇവിടുന്നല്ലേ തെറിച്ചുണ്ടാവും. അതാണ് ഈ മുറ്റത്ത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേറും കൂടി ഇല്ല. അതാണ് ഒക്കെ വെട്ടി കഴിയുമ്പോഴത്തേന് ഇപ്പൊ തന്നെ ടൈം ഏകദേശം ഒരു 5:30. ഇനി എപ്പോ ടൈം ആവും അറിയോ? ഇതൊക്കെ ഇവിടെയൊക്കെ കല്ലുണ്ടാകും, പലകൊക്കെ അടിച്ചു വെച്ചിട്ട്. അതാണ് പറഞ്ഞാൽ നോക്കി വെട്ടണം. ഇവിടെ കഴിഞ്ഞ് വെട്ടാണ്ട് കഴിച്ച് ഇവിടെയൊക്കെയാണ് സീനായി കിടക്കണം. ആകെ പൊന്ത. ആ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ എടുത്താണ് മാറ്റിക്കളി, കാരണം വെട്ടുമ്പോ ഒക്കെ വലിയ പൊളിഞ്ഞ് ഇതായി പോവും. എന്തായാലും അവിടുത്തെ കഴിഞ്ഞോ? ഇല്ലല്ലോ.
ഇഷ്ടംപോലെ ഉണ്ടല്ലേ. പോരാത്തിന് കട്ടില്ല മരത്തിൻ്റെ കുറ്റി തയ്യാളുണ്ട്. അപ്പം കിട്ടിപ്പോരുമെന്ന് അറിയില്ല. എന്തായാലും വെട്ടുണ്ട് അപ്പുറത്ത്. ഈ ഭാഗത്തൊക്കെ നല്ല പുല്ലുണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പോൾ വെട്ടിയാണ്ട് കളഞ്ഞു. നല്ല പുല്ലുണ്ടായില്ലടാ അവിടെ, നല്ല പുല്ലുണ്ടായില്ല അവിടെ. പേരും ചെയ് സീന. ആ പോണുണ്ടോ ഇങ്ങനത്തെ ഈ കുറ്റി വെട്ടാനല്ലേ ഗതിയേട്? അതൊക്കെ കത്തിക്കൊണ്ട് വെട്ടാ. ഇങ്ങനത്തെ വലിയ വലിയ കുറ്റികൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടതിൻ്റെ വക്ക്. ഇമ്മ അവിടെ സഹായിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മളെ കുറ്റികളില്ലേ, എന്താ എന്നോടല്ല ഞാൻ അമ്മനോട് പറഞ്ഞ ഇജ്ജ് പോയിക്കോ ഗൈസ്. ഇമ്മ അവിടെ കത്തിയോണ്ടൊക്കെ വെട്ടി സഹായിച്ചു കൊടുക്കുന്നത്. കാരണം ഈ കുറ്റികളൊക്കെ കത്തിയോണ്ട് തന്നെ വെട്ടണല്ലേ അമ്മ, അല്ലാതെ നടക്കൂല. മറ്റേ അതിന്റെ വാളും കൂടി ഉണ്ടായിരുന്നു. വാള് എടുത്താൽ മതിനെ അവിടുന്ന്. അതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലേ. വാള് പിന്നെ സീനാണ്. അതന്നെ എന്റെ മേത്ത് കൊട്ടല്ലേ, അത് ശരിയാണ്. പക്ഷെ ഇതിന്റെ വാളാകുമ്പോൾ എന്താ പറയുക സുഖമാണ്. പക്ഷെ അതും ഡേഞ്ചറൊക്കെ തന്നെയാണ്. അതാണ് പറഞ്ഞത്, സീനാണ്. ഇവിടുത്തെ ഇതേമാതിരി കുറ്റികളൊക്കെ വെട്ടിയാൽ മതി. ബാക്കിയൊക്കെ പിന്നെ ഓടുത്തോളും. മറ്റേ മെഷീനോട് തയ്ക്കോളും. നോക്കട്ടെ. ഞാൻ കഴിഞ്ഞിട്ട് അനിയനെ നമ്മൾ ഏൽപ്പിച്ചിക്കണേ. ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടോ. വെറുതെ 2 ഡ്രസ്സും പാടെ നമുക്ക് ആകെ പൊടിയും പുല്ലൊന്നും ആക്കണ്ടാന്ന് കരുതിയിട്ടില്ലേ. അനിയനാണ് പാടി എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പണിയെടുക്കണേ. നല്ല നയിപ്പാണ് കേട്ടോ. എന്നിട്ടും പെരൻ്റെ ഉള്ളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അമ്മ. നല്ല കാടാണല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെരൻ്റെ ഉള്ളാക്കാൻ. ടൈം 6 മണി ടൈം ആവാനായിട്ടോ. 5:45 ടൈമായി. ഇരുട്ടായാലും നമുക്കിത് കഴിച്ചിട്ടാണ് പോവല്ലേ. കുറേയൊക്കെ ഇങ്ങനെ വെട്ടി കഴിയാനയക്കണേ. നേരെ ഇരുട്ടായി വരുന്നുണ്ട്. കണ്ടില്ലേതാ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കിക്കണേ. ഇത് നമ്മളെ സ്ഥലമല്ല കേട്ടോ. നമ്മളെ അതിര് വരുന്നത് ഇതാ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ. ഇതാണ് നമ്മളെ അതിര് വരുന്നത്. ഇനിയിപ്പോൾ അനിയനേടാ ഒന്നും പാടെ ഇവിടെ ചെറുതാക്കാൻ കണ്ടിട്ട് അവിടെ ഇതാക്കുകയാണ്. ഇനി പെരൻ്റെ മുറ്റമ്പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ ഈ പരിപാടി കഴിഞ്ഞു. കാരണം ഇന്നിപ്പോൾ മുപ്പര പറഞ്ഞാൽ 7 മണി വരെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ 7 മണിക്കായിട്ടും കൊണ്ടുപോയി കൊടുക്കണം. മുപ്പര നമ്മൾ വിളിച്ചേക്കണേ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. ഇപ്പം ഇനി കണ്ടില്ലേ ഈ ഒരു വാമ്പാടുള്ളൂ. ഈ ഒരു വാമ്പാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. ഉമ്മമ്മ അവിടെ തുളസിൻ്റെ ഇതാളൊക്കെ ഉണ്ട്. അപ്പോൾ തുളസിയൊക്കെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മമ്മ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വാമ്പാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. ബേക്കോക്കെ കഴിഞ്ഞിരിക്കണേ. കുറേ കല്ലും മുട്ടിയാളൊക്കെ ഉണ്ടായിനി. ഉമ്മ അവിടെ കണ്ടില്ലേ ഇതേപോലത്തെ ഓരോ കല്ലുകൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരുക്കി വെക്കുന്നുണ്ട്. കാരണം ഈ സാധനം വെട്ടുമ്പോൾ ഒക്കെ അയിമ കൂടെ തട്ടിയായിട്ട് കറക്റ്റ് ഇങ്ങനെ ലെവലിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. കേട്ടോ ഇവിടെയൊക്കെ ഒരു വട്ടം വെട്ടിയാണ്. പക്ഷെ ഒന്നും പാടെ ലെവലാക്കാനുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ആ ഒരു പരിപാടിയും പാടെ നോക്കാം. ഏത് ഇത് നമ്മളതിരാണ്. ഇത് നമ്മൾ ഗൈസ് അന്ന് കെട്ടിയാണ്. ഇത് നമ്മളതിരാണ് ഈ ഒരു ഇതിങ്ങനെ പോണത്. അപ്പം ഇപ്പോൾ ബാക്കി കല്ലുണ്ടായതുകൊണ്ട് ഇപ്പോൾ ആ മൂലക്ക് കൂടെ ആക്കേണ്ടി ഞാൻ. ഇത് നമ്മൾ കുറച്ച് നേരത്തെ നോക്കണാണില്ലേ. അതല്ല നമുക്കിത് വെട്ടിണീൻ്റെ മുമ്പേ കാട് പിടിച്ചുകൊണ്ട് സംഭവം ഇതിലുള്ള കല്ലുണ്ടോ ഇല്ലൊന്നും നമുക്ക് അറിയണില്ല. വെട്ടി വരുമ്പോഴാണ് കല്ലുകളൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നത്. കണ്ടില്ലേ ഈ ഒരു കല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ്. അവിടെ കണ്ടില്ലേ നിങ്ങൾ കുറേ കല്ലുകൾ. ഗായ്സ് ടൈം അങ്ങനെ കുറച്ച് അത്യാവശ്യത്തിന് നേരം വൈകി. അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു. ഇപ്പോഴും നമ്മളിവിടെ പണിയിൽ തന്നെ ഉണ്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളും മൊത്തം ക്ലീനാക്കി. അതേപോലെ പുറം ഭാഗങ്ങൾ ആ സൈഡൊക്കെ കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആക്കിയാണ്. ഇവിടെ നല്ല പുല്ലുണ്ടായി. നിങ്ങൾ നേരത്തെ ഇത് കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നല്ല പുല്ലുണ്ടായിന്. അത് ഇതാക്കി. പിന്നെ അപ്പുറത്തെ സൈഡ് മൊത്തത്തിൽ ഇതാക്കി. നമ്മൾ ഈ പുറത്തുനിന്ന് പറയുന്ന കേട്ടോ. ഞാനും അവനെങ്ങനെ കളിയാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെയ്ത് നോക്കി. അതായത് ഈ ഭാഗവും ഈ ഫ്രണ്ടൊക്കെ ഞാനത് ചെയ്തത്. പക്ഷേ എൻ്റെ പൊന്നോ ഇവിടെയാണ് വരുത്തായിട്ടും അതേപോലെ ഇവിടെ വരുത്താവോ എവിടേക്ക് വരുത്താവുന്ന അറിയാം. ആ സാധനം വെച്ചത് അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാനോ ടാസ്ക് ആണത്. അത് വെച്ചിട്ട് പണിയെടുക്കണ സമ്മതിക്കണം. ഞാൻ കുറച്ച് നേരം ആക്കിയപ്പത്തിന് ഞാൻ കുഴങ്ങി. എന്നിട്ട് പിന്നെ ഞാൻ ഓൻ്റെ തന്നെ പിന്നെയും കൊടുത്തു. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ ഇതാക്കി. ഇനിയിപ്പോൾ ആക്കണം അവിടെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടേക്ക് ആക്കാല്ലേ. ആകെ ഇത് മാത്രമല്ലല്ലോ. ആകെ മുമ്പാകം മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം ഞങ്ങൾ തീർത്തിട്ടോ. ഈ വയ്യൻ്റെ ഇവിടെയും കണ്ടോ ഇവിടെ ഉണ്ട് കുറച്ച്. ഇവിടെയും പിന്നെ ഇതാക്കണേ അവിടുന്നില്ലേ ഇതാ ഇത്ര ഒരു സ്ഥലം കൂടി മാത്രമേ ഉള്ളൂ. ഇതാ ഈ വജ്ജും കൂടി ഇപ്പോൾ ആകെ ഞാൻ കാട്ടിത്തരട്ടോ. ഇവിടെയൊക്കെ വെട്ടിയത് കണ്ടോ. ഇഷ്ടംപോലെ പൊന്തക്കാടുണ്ടായിന്. അതൊക്കെ ഇതേമാതിരിക്കൊക്കെ വെട്ടി കളഞ്ഞു. ഒക്കെ ശരിക്കും കുറച്ചാണ് കൂട്ടിയിരിക്കുന്നത്. ഉണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടായിന്. ഇത് പിന്നെ മറ്റേതാണ് എന്താ ഇതിൻ്റെ പേര് തുളസിൻ്റെ ഇല. അപ്പോൾ അതങ്ങനെ വെച്ചതാണ് അവിടെ. ബാക്കി മൊത്തം ഇവിടെയൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിനി. ഈ നേരത്തെ വീഡിയോ ഉണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിക്കണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിനി. ഈ പോസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇത് മൊത്തം ഇവിടെ കളഞ്ഞു. ഇതൊക്കെ പിന്നെ അത് പൊട്ടിയാണ്ട് അതായത് പുല്ലിൻ്റെ വേസ്റ്റാണ് ഈ കാണുന്ന മൊത്തം. ഇവിടെ ഇഷ്ടംപോലെ മൊത്തം ക്ലീനാക്കി നമ്മൾ തീർത്തു. എന്തായാലും അൽഹംദുലില്ലാ അതുകൊണ്ട് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ഭാഗം കൂടിയാണ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തീർന്നു. കഴിഞ്ഞു ഇത്രയും കുറച്ചുള്ളൂ. ഇനി ഒരു
5-10 മിനിറ്റ് മഴ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കരിയിൽ പോവാം. നേരെ രാത്രി ആയതുകൊണ്ട് ഓനിക്ക് വെട്ടാൻ കണ്ണ് കാണില്ല. അപ്പൊ ഞാൻ കാട്ടിയ എന്താ അറിയോ, വണ്ടിയാണ് ഓണാക്കി എന്നിട്ട് നേരെ ലൈറ്റ് അടിച്ചാണ് ഇങ്ങനെ കാട്ടി കൊടുക്കുക. ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇങ്ങനെ ലൈറ്റ് അടിച്ച് ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണെന്നുകൊണ്ട് ഓനക്ക് സുഖമാണ്. വെട്ടട്ട് എന്തായാലും ഇത് കൊണ്ട് തീർക്കാനാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി ആയാലും ഇങ്ങനെ വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യണേ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടോ. നമ്മൾ ഇരുട്ടായത് സാധനം നമുക്ക് നാളെ എടുത്താലും മതിയാണ്. കാരണം എന്താ പറയുക, ഈ സാധനം നമുക്ക് ഇന്ന് കൊണ്ടുപോയി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ മൊത്തത്തിലാണ് തീർത്തത്. എല്ലാം തീർത്തത്. ഇപ്പൊ ഒരു സമാധാനം ഇത്രയും നേരം അതിന്റെ ഉള്ളിലാണ്. നേരെ രാത്രി ആയാലും എന്താണ് തീർത്തല്ലേ മമ്മ. കൊഞ്ഞിട്ട് കണ്ട് മമ്മ ആദ്യം കൊഞ്ഞി. മമ്മി സഹായിച്ചാണ്. കാരണം മമ്മി എന്താ കാട്ടിയത്, കല്ല് കുറച്ചിട്ടു. അതേപോലെ തന്നെ വലിയ വലിയ കുറ്റിയാള് കുറ്റിന്റെ ഇതാളൊക്കെ വെട്ടി കളഞ്ഞല്ലേ നിങ്ങള്. ഏതായാലും നന്നായി. നമുക്ക് നേരെ പെരീക്ക് പോകാം. പോവല്ലേ ഉമ്മ സാധനങ്ങളൊക്കെ എടുത്തോളി, എല്ലാം എടുത്തോളി ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി ഇങ്ങനെ കഴിഞ്ഞിട്ടോ. രാവിലെ തുടങ്ങിയാണ്. ഐറ്റങ്ങളെ തന്ന വലിയ ഉപകാരമായി. അത് കിട്ടിയില്ലേ ഒന്നും കാട്ടാല്ല. കത്തിയോണ്ട് വെട്ടിമുറിച്ച എത്ര ദിവസം വെട്ടണം, എത്ര ആള് വെട്ടണം. അതിനാണോ അല്ല പാമ്പിന്റെ എന്തെങ്കിലും കടി കൊള്ളുക. വെയിലരച്ചാ വെയില്, മഴ ചെയ്താ മഴ ചെയ്ത കാട്. വെയിലരച്ച് കഴിഞ്ഞാല് വേറെ എന്തൊക്കെയാ തണല് വിടല്ല. വെയിലരച്ച് കഴിഞ്ഞാല് നിക്കാൻ കഴിയൂല. ഏതായാലും ഒരു വിധത്തില് കഴിച്ചു. നേരം കൊടുത്തു കഴിഞ്ഞു. ഒരു അരമണിക്കൂറായി അല്ലേ. നമുക്ക് നിർത്തലടാ, നമുക്ക് നാളെ കാണാം. നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും.